ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന ചാപ്റ്ററിൽ നമുക്ക് നോക്കേണ്ടത് ക്രിസ്റ്റോഫ് ലോ ആണ്. അപ്പോൾ ക്രിസ്റ്റോഫ് ലോ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിനി എന്താണ് ക്രിസ്റ്റോഫ് ലോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ക്രിസ്റ്റോഫ് ലോ സ്റ്റേറ്റ് ചെയ്യുന്ന the ratio of MC and absorptive power for a radiation of a given wavelength lambda is same for all substance at a same temperature and equal to the MC power of the perfectly black body E lambda at the temperature. അതായത് ഇപ്പോൾ നമ്മളൊരു ബോഡിയിൽ, അതായത് ഇപ്പോൾ എം സി പവർ അബ്സോർബ് പവർ എന്താണ് അറിയുക? എം സി പവർ മീൻസ് എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി എമിറ്റ് ചെയ്യും. ഓക്കെ, അബ്സോർബ് മീൻസ് എന്തായിരിക്കും? എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു എമിസി പവർ ഉള്ള ഒന്ന് നല്ല എന്തായിരിക്കാൻ പറ്റും? ഒരു അബ്സോർപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ക്രിസ്റ്റോഫ് ലോഡ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ക്രിസ്റ്റോഫ് ലോയിൽ പറയുന്ന ദാറ്റ് ഈസ് ക്രിസ്റ്റോഫ് ലോ. ക്രിസ്റ്റോഫ് ലോയിൽ പറയുന്നത് ദാറ്റ് ഈസ് ഇ ലാംഡ. ഇ ലാംഡ എന്താണ്? അത് എം സി പവർ ആണ്. ആൻഡ് എ ലാംഡ എന്ന് പറയുന്ന അബ്സോർബിവ് പവർ ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? അത് ഇ ലാംഡ ആണ്. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഇ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ദ എം സി പവർ ഓഫ് എ പെർഫെക്റ്റ്ലി ബ്ലാക്ക് ബോഡി. ഓക്കെ, അപ്പോൾ ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ദ റേഷ്യോ ഓഫ് ദ എം സി ആൻഡ് അബ്സോർബിവ് പവർ ഇ ലാംഡ ആൻഡ് എ ലാംഡ ഫോർ ദ റേഡിയേഷൻ ഓഫ് എ ഗിവൻ വേവ് ലെങ്ത് ഈസ് സെയിം ഫോർ ഓൾ സബ്സ്റ്റൻസ് അറ്റ് സെയിം ടെമ്പറേച്ചർ. അപ്പോൾ അത് എല്ലാ സബ്സ്റ്റൻസിനും, ഓക്കെ, നമ്മളിപ്പോൾ എടുക്കുന്ന ഏത് സബ്സ്റ്റൻസ് ആയാലും അതിനെല്ലാം എന്തായിരിക്കും? ഈ എം സി പവറിന്റെ അബ്സോർബിവ് റേഷ്യോ നമുക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷെ കണ്ടീഷൻ പറയുന്നുണ്ട് എന്തായിരിക്കണം? ഗിവൻ വേവ് ലെങ്ത് ലാംഡ ആയിരിക്കണം, അതേപോലെ തന്നെ ടെമ്പറേച്ചർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ ഡിഫറെന്റ് മെറ്റീരിയൽസ് എടുത്താലും സെയിം ടെമ്പറേച്ചറും ലാംഡയും സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എം സി പവർ ആൻഡ് അബ്സോർബിവ് പവറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്രിസ്റ്റോഫ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതില് നമ്മൾ പറഞ്ഞല്ലോ, ഒരു നല്ലവണ്ണം അബ്സോർബ് ചെയ്യുന്ന ഒരു ബോഡി, ഗുഡ് അബ്സോർബ്സ് എന്തായിരിക്കും? ഗുഡ് എമിറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ എത്രത്തോളം റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റേഡിയേഷൻ എന്ത് ചെയ്യാൻ പറ്റും? എമിറ്റും ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റേഷ്യോ ഉണ്ട് നമുക്കവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കലി ക്രിസ്റ്റോഫ് ലോയുടെ ഒരു ബ്രീഫ് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഗുഡ് അബ്സോർബേഴ്സ് എന്തായിരിക്കും? ഗുഡ് എമിറ്റേഴ്സും ആയിരിക്കും. തിരിച്ച് പുവർ ആണെങ്കിൽ എന്താ? പുവർ അബ്സോർബ്സ് പുവർ എമിറ്റേഴ്സും ആയിരിക്കും. ഇങ്ങനെ തിരിച്ചും വരുന്നത്. ഓക്കെ, ഇതാണ് ക്രിസ്റ്റോഫ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്റ്റോഫ് ലോ നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാനുണ്ട്. ക്രിസ്റ്റോഫ് ലോ നമുക്ക് ഒന്ന് പ്രൂവ് ചെയ്യാം. അതായത് പ്രൂഫ് നോക്കണം. അപ്പോൾ നമുക്ക് പ്രൂഫിൽ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മളൊരു ബോഡി കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബോഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടെമ്പറേച്ചർ, യൂണിഫോം ടെമ്പറേച്ചർ എൻക്ലോഷറിൽ നമ്മൾ പ്ലേസ് ചെയ്യും. യൂണിഫോം ടെമ്പറേച്ചർ എൻക്ലോഷർ മീൻസ് ഇപ്പോൾ ഒരു ക്യൂബിക്കൽ ബോക്സ് എടുക്കുക. ഒരു ക്യൂബിക്കൽ ബോക്സ്. അപ്പോൾ ഇതിന്റെ അകത്തെല്ലാം എന്തായിരിക്കും? യൂണിഫോം ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ ഡയറക്ഷനിലും യൂണിഫോം ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോം ടെമ്പറേച്ചർ എൻക്ലോഷർ എന്ന് പറയുന്നത്. എല്ലാ ഡയറക്ഷനിലും യൂണിഫോം ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു ഡി ക്യൂ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ദ ക്വാണ്ടിറ്റി ഓഫ് റേഡിയന്റ് എനർജി വിത്തിൻ ദ വേവ് ലെങ്ത് റേഞ്ച് ലാംഡ. ഓക്കെ, അതായത് ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്ത് റേഞ്ചിൽ ഉള്ള ഒരു റേഡിയേഷൻ അവിടെ ഉള്ള സമയത്ത് ഡി ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് റേഡിയന്റ് എനർജി, അതായത് ഹീറ്റ് എനർജി റേഡിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഡി ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്മോൾ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ അവിടെ ലാംഡ പ്ലസ് ഡി ലാംഡ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു പെർ യൂണിറ്റ് ഏരിയയിൽ പെർ സർഫസ് സെക്കൻഡിൽ എന്ത് ചെയ്യണം? അവിടെ വീഴുവാണ്. അതായത് ലാംഡ എന്ന് പറയുന്ന ഒരു വേവ് ലെങ്ത് ഓൾറെഡി നമ്മുടെ ഈ ഒരു എൻക്ലോഷർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വയ്ക്കുന്ന യൂണിഫോം ടെമ്പറേച്ചർ എൻക്ലോഷറിൽ ഉണ്ട്. അതാണ് അവിടുത്തെ ഒരു ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിൽ പ്ലസ് ഒരു ഡി ലാംഡ എന്ന് പറയുന്ന ഒരു വേവ് മീൻസ് ഒരു വേവ് ലെങ്ത് എന്ത് ചെയ്യുവാണ്? വേവ് ലെങ്ത് റേഞ്ചിലുള്ള ഒരു റേഡിയേഷൻ അവിടെ വന്ന് ഹിറ്റ് ചെയ്യുവാണ്. അപ്പൊ അതില് ദെൻ ആ ഒരു എൻക്ലോഷറിന്റെ അബ്സോർബീവ് പവർ എ ലാംഡയും അതേപോലെ തന്നെ എം സി പവർ ഇ ലാംഡയാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അബ്സോർബീവ് പവർ എ ലാംഡ ആൻഡ് എം സി പവർ ഷുഡ് ബി ഇ ലാംഡ. അപ്പോൾ രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ബ്രീഫ് ചെയ്ത് നോക്കുക. ദെൻ എ ലാംഡ എന്ന് പറയുന്നിടത്ത് അബ്സോർബീവ് പവറും ഇ ലാംഡ എന്ന് പറയുന്നിടത്ത് എം സി പവറുമാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ ഇതിന്റെ റേഷ്യോ എന്തായിരിക്കും? Then ഒരു യൂണിഫോം എൻക്ലോഷർ ആണെങ്കിൽ the ratio of the incident radiation energy absorbed by the body to the total incident energy temperature T and for a given when the lambda is A lambda. അതായത് ഇവിടെ നമുക്കൊരു വേവ് ലെങ്തിലുള്ള റേഡിയേഷൻ വന്ന് ഹിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു വേവ് ലെങ്ത് റേഡിയേഷൻ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? വേവ് ലെങ്ത് റേഡിയേഷൻ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? അറിയണം. ഗീവൻ ടൈമിൽ ഇപ്പോൾ ടെമ്പറേച്ചർ ടി ഒരു ടെമ്പറേച്ചറാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഗീവൻ ടൈമിൽ എത്രത്തോളം എനർജി ഇത് എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. അതേപോലെ തന്നെ എത്രത്തോളം എനർജി നമുക്ക് എന്ത് ചെയ്യുവാണ്? ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അത് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരും? അത് നമുക്ക് അവിടെ നോക്കേണ്ടി വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു റേഡിയേഷൻ ഇവിടുന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഇത് അബ്സോർബ് ചെയ്യാം. അപ്പോൾ എല്ലാ എനർജി ഇത് അബ്സോർബ് ചെയ്യണമെന്നില്ല. കാരണം നമുക്ക് പെർഫെക്റ്റ്ലി ഒരു ഗുഡ് അബ്സോർബർ കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. കുറച്ച് എനർജി എന്ത് ചെയ്യാം? ട്രാൻസ്മിറ്റ് ചെയ്ത് പോകാൻ പറ്റും. കുറച്ച് എനർജി എന്ത് ചെയ്യാൻ പറ്റും? റിഫ്ലക്ട് ബാക്ക് ചെയ്ത് പോകാൻ പറ്റും.
ഓക്കെ, ട്രാൻസ്മിഷൻ മീൻസ് ഇതിനകത്തോട്ട് കടന്നു പോവുക, ഇങ്ങനെ കടന്നു പോവുകയാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇവിടെ തട്ടിയതിനു ശേഷം എന്ത് ചെയ്യുക, അതൊരു അറ്റ് ആംഗിളിൽ എന്ത് ചെയ്യുക, റിഫ്ലക്ട് ചെയ്ത് പോവുക, ഇങ്ങനെ പോകാം. അപ്പൊ എല്ലാ എനർജി എന്ത് ചെയ്യണമെന്നില്ല, അവിടെ അബ്സോർവ് ചെയ്യണമെന്നില്ല. അപ്പൊ ഇതിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജിയാണ് ഇവിടെ അബ്സോർവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കാണിക്കാനായിട്ട് 1 മൈനസ് എ ലാംഡ ഇൻറ്റു ഡി ക്യൂ ചെയ്യുക. ഓക്കെ, 1 മൈനസ് എ ലാംഡ ഇൻറ്റു ഡി ക്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ദ എനർജി അബ്സോർഡ് കിട്ടും. ഓക്കെ, എത്രത്തോളം എനർജിയാണ് ഇവിടെ അബ്സോർവ് ചെയ്തത്. കാരണം നമുക്ക് ആ 1 മൈനസ് എന്നൊരു ഫാക്ടർ എടുക്കാൻ കാരണം എന്താണ് മനസ്സിലായത്, നമുക്കിവിടെ അബ്സോർപ്ഷൻ മാത്രമല്ല ട്രാൻസ്മിറ്റൻസും ഉണ്ട്, അതേപോലെ തന്നെ റിഫ്ലക്റ്റൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് the amount of radiant energy absorbed per second. Absorbed per second ആണ് എഴുതിയത്. That is 1 minus A lambda into dq എന്ന് കിട്ടും. ഇതേപോലെ similarly the amount of energy radiated per unit area per second at the same temperature T and wavelength lambda is, അതായത് ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എനർജി അബ്സോർവ് ചെയ്തു, ഇനി എന്ത് ചെയ്യാം, അതിനെ എമിറ്റ് ചെയ്യാം. അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ എമിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അബ്സോർവ് ചെയ്തു, അടുത്ത് എമിറ്റ് ചെയ്തു. അപ്പൊ എമിറ്റ് ചെയ്ത എമൗണ്ട് ഓഫ് എനർജി എത്രയായിരിക്കും, അപ്പോൾ അവിടുത്തെ വേവ് ലെങ്ത് ലാംഡ ആണ്, ടെമ്പറേച്ചർ ടി ആണെങ്കിൽ അവിടെ ഇപ്പോൾ എമിറ്റ് ചെയ്ത റേഡിയേഷൻ, എമിറ്റ് ചെയ്ത എനർജി എമിറ്റഡ് എത്രയായിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു ഇ ലാംഡ ഇൻറ്റു ഡി ലാംഡ എന്ന് കിട്ടും. ഓക്കെ, ഇ ലാംഡ ഇൻറ്റു ഡി ലാംഡ. ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി ഗീവൺ ഔട്ട് ഓഫ് ദ ബോഡി പെർ യൂണിറ്റ് ഏരിയ, അത് പെർ യൂണിറ്റ് ഏരിയയിൽ ഇവിടെ ഗീവൺ ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുറത്ത് കൊടുത്ത എനർജി എത്രയായിരിക്കും അത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ എനർജി ടി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 1 മൈനസ് എ ലാംഡ ഇൻറ്റു ഡി ക്യൂ പ്ലസ് ഇ ലാംഡ ഡി ലാംഡ എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയ അബ്സോർപ്ഷൻ്റെയും എമിഷനെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജിയാണ് അത് പെർ യൂണിറ്റ് ടൈമിൽ പുറത്ത് പോകുന്നത് നോക്കിയാൽ. ഓക്കെ, ഇനി അടുത്താണ് നോക്കുന്നത്, ദാറ്റ് ഈസ് ഈ ഒരു ബോഡി ഇപ്പോൾ നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് പറയുമല്ലോ. അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് പറയുക മീൻസ് എന്തായിരിക്കും, ഇവിടുത്തെ റേഡിയന്റ് എനർജി ഇൻസ്റ്റന്റ് ദ ബോഡിയും ടോട്ടൽ റേഡിയന്റ് എനർജി ഗീവൺ ഔട്ട് ഓഫ് ദ ബോഡിയും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ഈ ഒരു ബോഡിയിൽ ഇപ്പോൾ ഉള്ള എനർജി, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇൻസ്റ്റന്റ് ചെയ്യുന്ന എനർജിയും ഇവിടെ നിന്ന് പുറത്തോട്ട് പോകുന്ന എനർജി എന്താകുക, ഈക്വൽ ആകുക. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻ എത്തുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡി ക്യൂ എന്ന് പറയുന്ന എനർജിയാണ് നമുക്ക് ഓൾറെഡി ഒരു എൻക്ലോഷറിനുള്ളത്. നമുക്ക് അവിടെ ഇൻസിഡന്റ് ചെയ്യപ്പെടുന്ന എനർജി നമുക്ക് എന്ത് പറയാം, അത് അവിടെ ഡി ക്യൂ ആണ്, അല്ലെങ്കിൽ ആ ഒരു ബോഡിക്ക് ഇപ്പോൾ ഉള്ള എനർജി നമുക്ക് ഡി ക്യൂ ആണെന്ന് പറയാം. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ മീൻസ് അവിടെ എന്ത് ചെയ്യുക, ഈ ഡി ക്യൂന്റെ വാല്യൂ എന്തിന് ഈക്വൽ ആവണം, ഇവിടെ ഉള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി റേഡിയന്റ് ഈവൻ ബൈ ഔട്ട് ബൈ ദ ബോഡി. ഓക്കെ, എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി ആണ് ഇത് പുറത്ത് പോകുന്നത് അതിന് എന്താവുക, ഈക്വൽ ആവുക. അപ്പൊ ആ ഒരു സമയത്ത് ടി ക്യൂ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, ഡി ക്യൂ ഈസ് ഈക്വൽ ടു 1 മൈനസ് എ ലാംഡ ഇൻറ്റു ഡി ക്യൂ പ്ലസ് എന്താണ് ഇ ലാംഡ ഡി ലാംഡ എന്ന് കിട്ടും. ഓക്കെ, കിട്ടും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിനൊന്ന് റീഅറേഞ്ച് എടുക്കുക. അതായത് നമ്മളിപ്പോൾ കിടക്കുന്നതിൽ ഈ ഡി ക്യൂ എന്ത് ചെയ്യുക, ഡി ക്യൂ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. ഡി ക്യൂ ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, ഡി ക്യൂ മൈനസ് ഡി ക്യൂ എ ലാംഡ പ്ലസ് ഇ ലാംഡ ഡി ലാംഡ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇപ്പുറത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഡി ക്യൂ ക്യാൻസൽ ആവും, ബാക്കി ഇതിപ്പോൾ പ്ലസ് ആയി മാറും. ബാക്കി എന്താ വരുന്നത്, ദാറ്റ് ഈസ് ഡി ക്യൂ എ ലാംഡ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ലാംഡ ഡി ലാംഡ എന്ന് വരും. ഓക്കെ, ഇ ലാംഡ ഡി ലാംഡ. ഇതൊരു പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ് ബ്ലാക്ക് ബോഡി ആണെങ്കിൽ ഇവിടെ വരുന്ന റേഡിയേഷൻ എല്ലാം എന്ത് ചെയ്യും, ഇത് അബ്സോർബ് ചെയ്യും. ഓക്കെ, വരുന്ന റേഡിയേഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഇത് അബ്സോർബ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എയുടെ വാല്യൂ എന്തായിട്ട് മാറും, എയുടെ വാല്യൂ നമുക്ക് അവിടെ എ ലാംഡയുടെ വാല്യൂ നമുക്ക് അവിടെ 1 ആയിട്ട് മാറും. അതേപോലെ തന്നെ ഇ ലാംഡ ആണെങ്കിൽ എന്ത് ചെയ്യും, കംപ്ലീറ്റ് വരുന്ന റേഡിയേഷൻ മൊത്തം എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഇ ലാംഡ ആയിട്ട് മാറും. ഓക്കെ, എ ലാംഡ ഈക്വൽ ടു 1 എന്ന്, ഇ ലാംഡ ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ലാംഡ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് ഡി ക്യൂ ഈസ് ഈക്വൽ ടു ഇ ലാംഡ ഡി ലാംഡ എന്നായിട്ട് മാറും. കണ്ടോ, ഇ ലാംഡ ഡി ലാംഡ. അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ ഇത് കണ്ടോ, ഡി ക്യൂയുടെ സ്ഥാനത്ത് ഇപ്പോൾ എ ലാംഡ ഉണ്ട് ആൻഡ് ഇ ലാംഡ ഡി ലാംഡ എന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു വാല്യൂവിനെ ഒന്ന് ഇവിടെ കൊടുത്തു നോക്കാം. ഈ ഒരു ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, വി ആർ ഗെറ്റിംഗ് ദാറ്റ് ഈസ് ഇ ലാംഡ ഡി ലാംഡ ഇൻറ്റു എ ലാംഡ ഇസ് ഈക്വൽ ടു ഇ ലാംഡ ഡി ലാംഡ എന്ന് കിട്ടും. ഇവിടെ ഈ ഡി ലാംഡ ക്യാൻസൽ ആവും, ബാക്കി എന്ത് വരും, ദാറ്റ് ഈസ് എ ലാംഡ ബൈ ഇ ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ലാംഡ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രിസ്റ്റോഫ് ലോ എന്ന് പറയുന്നത്.
Okay, this is called the Kirchhoff law, which shows that the good emitters are also good absorbers. Okay, that is E lambda is a constant. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് വെച്ചിട്ട് നമുക്ക് Kirchhoff law പ്രൂവ് ചെയ്യാൻ പറ്റും. Okay, അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് Kirchhoff law പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ Kirchhoff law എന്നൊക്കെ പറയുന്നത്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് തീരെയും കുറച്ച് പോർഷൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കി പഠിക്കുക. ഇതൊക്കെ ചെറിയ ഡെറിവേഷൻസ് ആണ്, കറക്റ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷനെ ബന്ധപ്പെട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ എനർജി എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ദ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ സ്പെക്ട്രം ഓഫ് ബ്ലാക്ക് ബോഡി എന്നൊരു കണ്ടീഷൻ നമുക്ക് പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എനർജി ഡിറ്റർമിൻ ചെയ്യേണ്ട ഇക്വേഷനും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വെയിൻസ് ലോ, വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എനർജി ഇൻ ദ സ്പെക്ട്രം ഓഫ് എ ബ്ലാക്ക് ബോഡി. അപ്പോൾ ഇതിനായിട്ട് ഈ ഒരു ഇൻഫ്രാറെഡ് സ്പെക്ട്രം നമ്മൾ എന്താണ് സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ബ്ലാക്ക് ബോഡി റേഡിയേഷന്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റഡി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ലൂമർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്ലാക്ക് ബോഡിയെ കുറിച്ച് പഠിക്കുന്നത്. അവർ യൂസ് ചെയ്തൊരു കാർബൺ ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാർബൺ ട്യൂബ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബ്ലാക്ക് ബോഡിയെ കുറിച്ച്, ഈ ബ്ലാക്ക് ബോഡി എനർജി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ ഒരു സ്റ്റഡീസ് നടത്തുന്നത്. അപ്പോൾ അതിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പും ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വരയ്ക്കാം. അപ്പോൾ ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ വരുന്നത് നമുക്കവിടെ മെയിൻലി ആവശ്യം വരുന്ന ഒരു സി എന്ന് പറയുന്ന കാർബൺ ട്യൂബ് ഉണ്ട്, പിന്നെ ഒരു സ്ലിറ്റ് ഉണ്ട്. സ്ലിറ്റ് നമുക്ക് ഫോക്കസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ റേഡിയേഷൻ മാത്രം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ കോൺകേവ് മിറർ, നമ്മൾ 4 ഒപ്റ്റിക്സ് എന്ന് പറയും, കോൺകേവ് മിറർ. ദെൻ ഒരു പ്രിസം ഉണ്ട്. പ്രിസം ഒരു 4 പ്ലേസ് പ്രിസം ആണ്, 4 പ്ലേസർ പ്രിസം എന്ന് പറയും. അത് സ്പെഷ്യലി നമുക്ക് ഇവിടെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിന് യൂസ് ചെയ്യുന്ന പ്രിസം എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത് 4 പ്ലേസ് പ്രിസം ഈസ് ട്രാൻസ്പാരന്റ് ടു ഇൻഫ്രാറെഡ് സ്പെക്ട്രം. ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിന് യൂസ് ചെയ്യുന്ന പ്രിസം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദെൻ ഒരു കോൺകേവ് മിററും ദെൻ നമുക്കൊരു ബോളോമീറ്ററും ഉണ്ട്. ഈ ബോളോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് റേഡിയൻ എനർജി. റേഡിയൻ എനർജി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഈ ബോളോമീറ്റർ എന്ന് പറയുന്നത്. ഇത്രയാണ് ബേസിക് ആയിട്ട് വരുന്ന അപ്പാരറ്റസ്. നമുക്കൊന്ന് കൺസ്ട്രക്ഷൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സി എന്ന് പറയുന്ന ട്യൂബ് വരയ്ക്കാം. ഈ സി എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ബ്ലാക്ക് ബോഡി നമുക്ക് റേഡിയേഷൻ കൊടുക്കുന്ന ട്യൂബാണ് സി. അപ്പോൾ അത് നമ്മൾ S1 എന്ന് പറയുന്ന സ്ലിറ്റിൽ കൂടി എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. S1 സ്ലിറ്റിൽ പാസ് ചെയ്തിട്ട് അത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു മിററിൽ, ദാറ്റ് ഈസ് എ M1 എന്ന് പറയുന്ന ഒരു കോൺകേവ് മിററിൽ എന്ത് ചെയ്യാണ്, റിഫ്ലക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ നമുക്കൊരു പ്രിസം വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രിസം എന്ന് പറയുന്നത്. പ്രിസം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിസത്തിൽ നിന്ന് വരുന്ന റിഫ്രാക്റ്റഡ് ഇമേജസ് നമ്മൾ വീണ്ടും ഒരു M2 എന്ന് പറയുന്ന ഒരു മിററിൽ വെക്കുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബോളോമീറ്റർ എന്ന് പറയുന്ന സെൻസർ വയ്ക്കുന്നത്. ഡയറക്ഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഡയറക്ഷനിൽ ഫസ്റ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യും, ഇവിടുന്ന് റേസ് എന്ത് ചെയ്യും, തട്ടി ഇവിടെ എത്തും, ഇവിടെ തട്ടി ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതിന് റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ സംഭവിച്ച് ലൈറ്റ് റേസ് ഇവിടെ നിന്ന് ഹിറ്റ് ചെയ്യുകയും അടുത്ത് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് തിരിച്ച് ഈ ബോളോമീറ്ററിലോട്ട് ചെന്ന് ഫോക്കസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് നടക്കുന്നത് വർക്കിംഗ് എന്ന് പറയുന്നത്. പാത്തുകളോട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പാത്ത് ഇങ്ങോട്ടായിരിക്കും വരുന്നത്. പാത്ത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ഈ ഒരു പി എന്ന് പറയുന്ന പ്രിസം പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു റൊട്ടേറ്റിംഗ് ടേബിൾ ആയിരിക്കും. കാരണം നമുക്ക് ഇവിടെ ഓരോ വേവ് ലെങ്തിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റീഡിങ്സ് എടുക്കേണ്ടി വരും. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റിംഗ് ടേബിളിൽ വയ്ക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല. നമുക്ക് ഇത്രയാണ് എൻ്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതില് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഈ ബോളോമീറ്ററിൽ വരുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, the deflection produced in the bolometer is proportional to the energy of the heat radiation emitted by the black body. അവിടെ നിന്ന് വരുന്ന ആ ബ്ലാക്ക് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ബോളോമീറ്ററിൽ റീഡിങ്സ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നാം എന്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തില്ല. പക്ഷെ ഡയറക്റ്റ് കൊടുക്കുന്ന റീസൺ നമുക്കിവിടെ എന്ത് ചെയ്യണം, ഓരോ വേവ് ലെങ്തിലുള്ള റീഡിങ്സ് നമുക്കിവിടെ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓരോ റീഡിങ്സിലുള്ള വേവ് ലെങ്ത് നമുക്കിവിടെ നോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രിസം അറേഞ്ച്മെന്റോടെ വയ്ക്കുന്നത്. ഈ പ്രിസം റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഓരോ വേവ് ലെങ്ത് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഡിറ്റക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു റൊട്ടേറ്റിംഗ് ടേബിളും ആ ഒരു പ്രിസം അറേഞ്ച്മെന്റ് വെച്ചത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ടൈമിൽ സി എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ്, സി എന്ന് പറയുന്ന കാർബൺ ട്യൂബ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യും.
അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ഈ എമിറ്റ് ചെയ്യുന്ന റേഡിയൻസ് M1 എന്ന് പറയുന്ന മിററിലൊന്ന് ഹിറ്റ് ചെയ്യും. ദെൻ അത് നമ്മുടെ ഒരു ഫ്ലോർ പ്രിസത്തിൽ വന്ന് ഹിറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഈ പ്രിസം ടേബിൾ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ സ്പെക്ട്രോമീറ്ററിൽ ചെയ്യുന്ന പ്രിസം ടേബിൾ പോലെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ വേവ് ലെങ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു 950 കെൽവിൻ ടെമ്പറേച്ചർ ഫസ്റ്റ് സെറ്റ് ചെയ്യും. ഓക്കെ, ആദ്യം ഞാൻ കാർബൺ ട്യൂബിന് എന്ത് ചെയ്യും, ആദ്യം 950 കെൽവിനിൽ വെക്കും. കെൽവിനിൽ വെച്ചതിന് ശേഷം ഓരോ വേവ് ലെങ്തിലും, ഇപ്പോൾ λ1, λ2, λ3 നമുക്ക് ഈ ഓരോ റൊട്ടേറ്റ് ചെയ്യുന്ന ഓരോ വേവ് ലെങ്ത് കിട്ടും. അപ്പോൾ ഓരോ വേവ് ലെങ്തിലും എന്ത് ചെയ്യും, ഇതിന്റെ വാല്യൂസ് നോട്ട് ചെയ്യും. അടുത്ത ഫസ്റ്റ് ഇപ്പോൾ T1 എന്ന ടെമ്പറേച്ചർ ചെയ്തു, അടുത്ത ഞാൻ T2 എന്ന് പറയുന്ന അടുത്ത ടെമ്പറേച്ചറിലോട്ട് മാറ്റും. ദാറ്റ് ഈസ് 1100 കെൽവിൻ ഇതിലോട്ട് മാറ്റും. അത് വീണ്ടും എന്ത് ചെയ്യും, λ1 λ2 അങ്ങനെ എക്സെട്ര λn നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ ഓരോ ടെമ്പറേച്ചറിലാക്കിയതിനു ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത ടെമ്പറേച്ചറിലോട്ട് ആക്കുക, വീണ്ടും ടേബിൾ റൊട്ടേറ്റ് ചെയ്ത് ഓരോ വേവ് ലെങ്തിലുള്ള വാല്യൂസ് നോട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നോട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലത്തെ ഒരു ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമ്മൾ എടുക്കും. കാരണം ഒരുപാട് സെറ്റ് ഒബ്സർവേഷൻ എടുക്കും. അപ്പോൾ ഇങ്ങനെ ഒബ്സർവേഷൻസ് എടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. അപ്പോൾ ഒരു ഒറ്റ ഗ്രാഫാണ് നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്കിപ്പോൾ ഈ ലാംഡയും ലാംഡയും വെച്ചിട്ടാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ പ്ലോട്ട് ഞാൻ വരച്ചത് is for 950 950 ഒബ്സർവേഷൻ ചെയ്ത് 950 കെൽവിന്റെ. അപ്പോൾ അടുത്ത് ഞാൻ വീണ്ടും എന്ത് ചെയ്യുവാണ്, ഈ ഒരു കെൽവിന് 1100 കെൽവിന് വേണ്ടി ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതെനിക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇവിടെ തന്നെ പ്ലോട്ട് ചെയ്യാം. അടുത്ത ഗ്രാഫ് വരയ്ക്കുന്നത് അതിന് എന്തിനാണ്, is for 1100 കെൽവിൻ. ഓക്കെ, അടുത്ത് ഞാൻ വീണ്ടും ഒരു എക്സ്പ്ലെയിൻ ചെയ്തു, അത് എത്രയൊക്കെയാണ്, അത് 1250 കെൽവിന് വേണ്ടിയിട്ട്. ഇങ്ങനെ എന്ത് എക്സ്പ്ലെയിൻ ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എനിക്ക് അവിടെ കിട്ടിയ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്സർവേഷൻ സ്ലോപ്പ് കുറച്ച് ഇങ്ങനെ ഒരു കറക്റ്റ് ഗ്രാഫിൽ നോക്കി വരയ്ക്കാം. ഓക്കെ, ഇതാണ് ഒരു ഒബ്സർവേഷൻ എനിക്ക് അവിടെ കിട്ടിയത്. ഇതിൽ ഈ ഒരു ഒബ്സർവേഷൻ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കൺക്ലൂഷൻ കൊണ്ടുവരാൻ പറ്റി. ഇതിനെ കുറിച്ചിട്ട് കൺക്ലൂഷൻ ക്യാൻ ബി ഡ്രോൺ ഫ്രം ബ്ലാക്ക് ബോഡി സ്പെക്ട്രം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ എക്സ്പെരിമെന്റ് സ്റ്റഡി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി ഓഫ് ദ സ്പെക്ട്രം ഓഫ് എ ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാഫ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അനാലിസിസ് ചെയ്യാൻ പോകും. ഒന്നാമത്തെ പോയിന്റ്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഗ്രാഫ് അനലൈസ് ചെയ്യാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒറ്റ ടെമ്പറേച്ചർ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു ഒറ്റ ടെമ്പറേച്ചറിന്റെ കേസും ഗ്രാഫ് വെച്ചെടുക്കുവാണ്. ഒരു ഒറ്റ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ഫോർ 950 കെൽവിൻ. ഇതാണ് ലാംഡ, ഇതാണ് ഈ ലാംഡ അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇന്റൻസിറ്റി എന്ന് പറയാം ഈ ലാംഡ. ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ഓരോ ടെമ്പറേച്ചർ ഇതിപ്പോൾ 1 2 3 4, ഇപ്പോൾ ഓർബിട്രറി യൂണിറ്റ് പറയുകയാണ്, കറക്റ്റ് യൂണിറ്റ് അല്ല പറയുന്നത്, ജസ്റ്റ് ഒരു നമ്പേഴ്സ് പറയുന്നുള്ളൂ. 4 5 6 7 8 9 10. ഇവിടെ ലാംഡ കൂടുന്നതനുസരിച്ച്, വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ച് ഇവിടെ എന്ത് സംഭവിക്കുന്നു, ആ വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ച് ഇവിടെ എന്താണ്, ആ എനർജി അല്ലെങ്കിൽ ഇന്റൻസിറ്റി വാല്യൂ കൂടി വരുവാണ്. ഒരു പർട്ടിക്കുലർ ലാംഡ എത്തുന്ന സമയത്ത് ഇത് മാക്സിമം വാല്യൂ എത്തി, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ മാക്സിമം വാല്യൂ. ഈ ലാംഡ മാക്സ് എന്ന് പറയുന്നത് ഈ ഒരു മാക്സിമം വാല്യൂ ആണ്. മാക്സിമം വാല്യൂ എത്തി. പക്ഷെ കുറച്ച് വീണ്ടും നമ്മൾ ഫർദർ വീണ്ടും ഈ ഒരു ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാഫ് ഇൻക്രീസ് ചെയ്യുന്നതെന്നല്ല, ആ ഒരു വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ച് വീണ്ടും എന്ത് ചെയ്യുകയാണ്, ആ ഇന്റൻസിറ്റി കുറഞ്ഞു വരുവാണ്. ഇത് നമുക്ക് ഫസ്റ്റ് ഒരു കൺക്ലൂഷൻ കിട്ടിയ, that is for a given temperature the intensity of radiation increase with the increase in wavelength. For a certain wavelength its value is maximum. Okay, ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് വരെ ഈ ഒരു വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ടെമ്പറേച്ചർ നോക്കിയാലും അങ്ങനെ തന്നെയാണ്, ഇതിൽ എല്ലാ ടെമ്പറേച്ചറിലും അങ്ങനെ തന്നെയാണ്. ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം വാല്യൂ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അത് മിനിമം വാല്യൂയിലോട്ട് മാറുവാണ്, അല്ലെങ്കിൽ ഇന്റൻസിറ്റി എന്ത് ചെയ്യുന്നു, ഇന്റൻസിറ്റി ഓഫ് ദ റേഡിയൻ ഹീറ്റ് റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പോയിന്റ് പറയുന്നത്, the energy emitted at a particular temperature is not uniformly distributed in the different wavelength. ഇവിടെ നമ്മൾ ഗ്രാഫ് വരച്ചപ്പോഴും എനിക്ക് എല്ലാം ഒരേപോലത്തെ ഗ്രാഫ് അല്ല കിട്ടിയത്. കണ്ടോ, ഇവിടെ ഞാൻ വരച്ചിൽ തന്നെ ഗ്രാഫിൽ എന്ത് ഒരു ഹൈറ്റ് മാത്രത്തിലല്ല, ആ ഒരു ഷേപ്പിൽ തന്നെ എന്തുണ്ട്, ഒരു വേരിയേഷൻ ഉണ്ട്. അതായത് എല്ലാ ലാംഡയും ഒരു കറക്റ്റ് ഒരു ഗ്രാഫാണ് വരച്ചിരുന്നത്, കറക്റ്റ് ഗ്രാഫ് കിട്ടുക മീൻസ് ഇവിടെ എന്ത് ചെയ്യുക, എല്ലാ ലാംഡ വാല്യൂസും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പീക്ക് വന്നു, അടുത്ത പീക്ക് എന്ത് ചെയ്യുക, അടുത്ത പീക്ക് ഇവിടെ തന്നെ വരിക. അതായത് എല്ലാ ലാംഡ വാല്യൂസ് എന്തിനും ഈ ഒറ്റ ലൈനിൽ ഇങ്ങനെ വരണമായിരുന്നു. ഉണ്ടോ, ഇനി ഒരൊറ്റ ലൈനിൽ എല്ലാ ലാംഡ വാല്യൂസും വന്നിരുന്നുവെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, എല്ലാത്തിനെയും പീക്ക് ലാംഡ വാല്യൂസ് എല്ലാം ഇവിടെ ഫോർ എക്സാമ്പിൾ ഇതൊരു ലാംഡ എക്സ് എന്ന് പറയും. ഓക്കെ, ആ ഒരു വാല്യൂ തന്നെ വന്നിരുന്നെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റുമായിരുന്നു, അവിടെ നമുക്കിപ്പോൾ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂഷൻ പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതെന്തല്ല, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ അല്ല. ലാംഡയിൽ എന്തുണ്ട്, ഓരോ ഇതിനും ഓരോ വാല്യൂസ് ആണ്, അവിടെ എന്തുണ്ട്, അവിടെ വ്യത്യാസമുണ്ട്. Then as the temperature increases the energy emitted also increases. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്,
അവിടെ എനർജി എമിറ്റൻസ് എന്ത് ചെയ്യണം കൂടുവാണ്. അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടുമായിരുന്നു, ആ എല്ലാത്തിലെ ഗ്രാഫ് ഇവിടെ ഇപ്പോൾ 950 തന്നെ വരണമായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാത്രം വരണമായിരുന്നു. പക്ഷെ എനിക്ക് എന്താണ് കിട്ടിയത്, ഓരോ പ്രാവശ്യം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എനർജി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അവിടുത്തെ എനർജി എമിറ്റൻസ് എന്ത് ചെയ്യണം അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. As the wavelength increases for a given temperature, the energy emitted decreases, reaches a maximum for a particular wavelength lambda m and then decrease with increasing wavelength. അവിടെ wavelength കൂടുന്നതനുസരിച്ചിട്ട് ലാംഡ എന്ത് ചെയ്യാണ്, ദർ ഈസ് എ ടെമ്പറേച്ചർ എനർജി എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുവാണ്. ഇൻക്രീസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ വേവ്ലെങ്ത് കഴിയുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. The value of lambda m shift to the shorter wavelength side with the increase in temperature. ഈ ഒരു ഗ്രാഫ് ശരിക്കും വരച്ചു കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കർവേച്ചർ കുറച്ചുകൂടി ക്ലിയർ ആക്കാനുണ്ടായിരുന്നു. ഞാൻ വരച്ചപ്പോൾ ഒന്നൊരു ഇതാണ്, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വരച്ചു തരാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്. അതായത് ഇതിന്റെ ഗ്രാഫ് കറക്റ്റ് വരുന്നത് ഇതിങ്ങനെയാണ്. ഇതിപ്പോ ആദ്യത്തെ ടെമ്പറേച്ചറിന് അടുത്ത ടെമ്പറേച്ചർ ഇങ്ങനെ വരും, കുറച്ച് ഈ ഒരു ചരിവ് കൂടെ വരണം, കണ്ടോ, ഇങ്ങനത്തെ ഒരു ചരിവ് കൂടെ കാണിക്കണം. അതായത് ഇവിടെ ഈ ഒരു ചരിവ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ആ ലാംഡ എമ്മിന്റെ വാല്യൂ. അപ്പൊ ഇതാണ് ലാംഡ എം എന്ന് പറയുന്ന വാല്യൂ. ഈ ലാംഡ എം ശരിക്കും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഷോർട്ടർ വേവ് ലെങ്തിലോട്ട് ചരിഞ്ഞു പോകും. ഇങ്ങോട്ടല്ലേ ഷോർട്ടർ വേവ് ലെങ്ത്, ഇങ്ങോട്ട് ലോങ്ങർ വേവ് ലെങ്ത് ആണ്. ഇത് ഇങ്ങോട്ട് എന്ത് ചെയ്യുവാണ്, ഇങ്ങനെ ചരിഞ്ഞു പോകണം, കണ്ടോ, ചരിവ് ഇങ്ങോട്ടാണ് വരുന്നത്. അതായത് എന്തിലോട്ട് നീങ്ങി പോകുന്നു, ഷോർട്ടർ വേവ് ലെങ്തിലോട്ട് നീങ്ങി പോകുന്നു. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആ ഒരു ലാംഡ എമ്മിന്റെ വാല്യൂ എങ്ങോട്ട് പോകുന്നുണ്ട്, അത് ആ ഒരു ഷോർട്ടർ വേവ് ലെങ്തിലോട്ട് നീങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇനി ആറാമത്തെ പോയിന്റ് നോക്കുക. That is the area enclosed by the graph within the x-axis give the total energy emitted for the whole range of the wavelength spectrum at any given temperature. So ഇതില് x-axis കറസ്പോണ്ട് ചെയ്യുന്ന നമ്മളൊരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ, ഗ്രാഫിന്റെ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ് കിട്ടുന്നത്, ഇറ്റ് ഗീവ്സ് ദ wavelength of the total energy. ഓക്കെ, ഒരു പർട്ടിക്കുലർ വേവ്ലെങ്തിലുള്ള ടോട്ടൽ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ ഏരിയ ഇസ് ഫൗണ്ട് ടു ബി ഇൻക്രീസിങ് ഫോർത്ത് പവർ ഓഫ് ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതായത് നമ്മൾ സ്റ്റീഫാൻസ് ലോ അനുസരിച്ചിട്ട് ഇവിടുത്തെ ഈ ഒരു ടെമ്പറേച്ചറിനനുസരിച്ച് ടെമ്പറേച്ചറിന്റെ ഫോർത്ത് പവർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എനർജി ഇൻക്രീസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വാല്യൂസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെ ഇൻക്രീസിങ് വരുന്നതെന്നുള്ളത്. അതായത് എനർജി എങ്ങനെയായിരുന്നു, ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് ദ ടെമ്പറേച്ചർ. അതാണ് എന്ത്, സ്റ്റീഫാൻസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ ഗ്രാഫുമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് എക്സ്പെരിമെന്റ് സ്റ്റഡി ഓഫ് ദ distribution energy in the spectrum of a black body. Okay, black body സ്പെക്ട്രത്തിൽ കിട്ടിയ ആ ഒരു ഗ്രാഫിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് നമുക്ക് 6 പോയിന്റ്സ് ആണ് മെയിൻലി നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാഫിനെ സ്റ്റഡീസ് ചെയ്തിട്ട് അവിടെ നമുക്ക് വെയിൻസ് എന്ന സയന്റിസ്റ്റ് ഒക്കെ എന്ത് ചെയ്തു, കുറച്ച് കണ്ടീഷൻസ് കൊണ്ടുവന്നു, കുറച്ച് ലോസ് കൊണ്ടുവന്നു. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട് വരുന്ന ലോസ് നിങ്ങൾ എന്ത് പറയുന്നത്, ലോസ് ഓഫ് സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ ബ്ലാക്ക് ബോഡീസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ ലോസ് ആയിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ലോ വെയിൻസ് ലോ ആണ്. ദാറ്റ് ഈസ് വെയിൻസ് ലോ. എന്താണ് വെയിൻസ് ലോ? ദ വെയിൻസ് ലോ വാസ് ദ ഫസ്റ്റ് ടു സ്റ്റഡി The Wayne was the first to study the distribution of energy in the spectrum of a black body. He formulated 2 laws. അപ്പോൾ വെയിൻസ് ആണ് എന്ത് ചെയ്ത് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എനർജി വെച്ചിട്ട് സ്റ്റഡീസ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം 2 ലോസ് കൊണ്ടുവന്നു. അപ്പോൾ ഒന്നാമത്തെ ലോ ആണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയും മറ്റൊന്നാണ് വെയിൻസ് ഫിഫ്ത്ത് പവർ ലോ. ഓക്കെ, ഇങ്ങനെ 2 ലോസ് ആണ് എന്ത് ചെയ്ത് ഈ ഒരു വെയിൻസ് കൊണ്ടുവന്നത്. ദെൻ ഈ 2 ലോസിനെ കമ്പൈൻ ചെയ്തിട്ട് പിന്നീട് വെയിൻസ് ലോ ഓഫ് എനർജി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വെയിൻസ് ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പുതിയൊരു ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലോ നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ എന്തായിരുന്നു, വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ. ഈ ലോയിൽ എന്താണ് പറയുന്നത്, that is the law states that for a black body the wavelength lambda for which the intensity of radiation E lambda has maximum value is inversely proportional to the absolute temperature. Okay, അതായത് ലാംഡ എം, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ലാംഡ എം വാല്യൂ എന്താണ്, ഇതാണ് ലാംഡ എം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വാല്യൂ ദാറ്റ് ഈസ് എന്താണ്, അബ്സല്യൂട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതിന്റെ ടെമ്പറേച്ചർ എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്ക് എന്ത് എഴുതാം, ലാംഡ എം ഈസ് ഈക്വൽ ടു 1/T എന്ന് എഴുതാം, അല്ലെങ്കിൽ ലാംഡ എം ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ അതിനെ ബി എന്ന് റെപ്രസെന്റ് ചെയ്യും. അതിനല്ലെങ്കിൽ പറയുന്ന പേരാണ് വെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, ബി ഈസ് കോൾഡ് വെയിൻസ് കോൺസ്റ്റന്റ്. ഇതാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയാൻ കാരണം ആ ലാംഡ എം എന്ത് ചെയ്യുന്നുണ്ട്, ആ
കാരണം അതെന്താണ്, ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഇന്റൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ലാംഡ എമ്മിന്റെ വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ ലാംഡ എം കോൺസ്റ്റന്റ് നമുക്ക് ഷിഫ്റ്റിംഗ് ഇല്ല എന്ന് പറയാൻ പറ്റും, ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ശരിക്കും എന്താണ് ചെയ്യുന്നത്, ചരിഞ്ഞ് പോവാണ്. കണ്ടോ, ഈ ഒരു ചരിവ് വരുന്നു. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയും. ഇനി ഇതേപോലെ തന്നെ വെയിൻസിന്റെ സെക്കൻഡ് ലോ ആണ്, വെയിൻസ് സെക്കൻഡ് ലോ ഇസ് കോൾഡ് ഫിഫ്ത്ത് പവർ ലോ എന്ന് പറയും. ഓക്കെ, വെയിൻസ് ഫിഫ്ത്ത് പവർ ലോ. എന്തായിരിക്കും വെയിൻസ് ഫിഫ്ത്ത് പവർ ലോ എന്ന് പറയുന്നത്? അവിടെ നമുക്ക് വരുന്നത് that is EM be the maximum value of E lambda correspond to lambda m for a particular temperature. The Veins shows that EM directly proportional to T raised to 5 എന്ന് കിട്ടും. അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു ടെമ്പറേച്ചർ കൺസിഡർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 950 ടെമ്പറേച്ചർ എടുത്തു, 950 കെൽവിൻ ടെമ്പറേച്ചർ എടുത്തു. അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് മാക്സിമം ലാംഡ എം വാല്യൂ കിട്ടി. അതാണ് മാക്സിമം ലാംഡ എം വാല്യൂ എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം, എനിക്കൊരു EM വാല്യൂ കിട്ടാം. അപ്പോൾ അത് നമുക്ക് ടോട്ടലി പറയാൻ പറ്റില്ല, കാരണം ഓരോ ലാംഡ എം ആണ്. അപ്പോൾ ഒരു ടെമ്പറേച്ചർ എടുക്കുക, അതിന്റെ ലാംഡ എം വാല്യൂ എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് EM വാല്യൂ നോക്കുക. ഈ ഒരു ആക്സിസിൽ ഇത് ഈ ലാംഡയുടെ ആണല്ലോ, അപ്പൊ നമുക്ക് EM വാല്യൂ കിട്ടും. അപ്പോൾ ആ ഒരു വാല്യൂ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫിഫ്ത്ത് പവർ ഓഫ് ദ ടെമ്പറേച്ചർ. ഓക്കെ, എന്താണ് EM ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫിഫ്ത്ത് പവർ ഓഫ് ദ ടെമ്പറേച്ചർ. അല്ലെങ്കിൽ എങ്ങനെ എടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് EM by T raised to minus 5, T raised to 5 is equal to a constant കിട്ടും. ഓക്കെ, ഇതാണ് ഫിഫ്ത്ത് പവർ ലോ എന്ന് പറയുന്നത്. ഇത് രണ്ടും വെയിൻസ് ഫസ്റ്റ് പറഞ്ഞ ലോസ് ആണ്. ഇനി ഈ രണ്ട് ലോസിനെ കൂടി കമ്പൈൻ ചെയ്തിട്ട്, ഈ രണ്ട് ലോ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ രണ്ട് ലോയും കൂടി കമ്പൈൻ ചെയ്തിട്ട് വെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ലോ ആണ്. അതിനെ പറയുന്ന പേരാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന്, സോറി ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറയും. ഓക്കെ, വെയിൻസ് ഡിസ്ട്രിബ്യൂഷൻ ലോ. ഇവിടെ വെയിൻസ് ഡിസ്ട്രിബ്യൂഷൻ ലോ പറയുന്നത് E lambda which is equal to C1 lambda raised to minus 5 F into lambda T. Okay, ഇതാണ് എന്ത് പറയുന്നത്, it is called വെയിൻസ് ഡിസ്ട്രിബ്യൂഷൻ ലോ. ഇവിടെ ഈ F of lambda T എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് ലാംഡ ആൻഡ് ടി. ലാംഡ മീൻസ് വേവ് ലെങ്തിന്റെയും ടൈമിന്റെയും ഫംഗ്ഷൻ, അതാണ് F of lambda T എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഈ ഒരു തെർമോഡൈനാമിക് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ലാംഡയുടെ ഫംഗ്ഷനും ടിയുടെ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യുക എന്താണ്, അത് കുറച്ച് ടഫ് ആണ്. തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾ മാത്രം യൂസ് ചെയ്ത്, കാരണം അത് ഡിപ്പെൻഡൻസി, വേറെയും ഒരുപാട് ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ത് ചെയ്തു, കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്തു. വെയിൻസ് കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് അതിന്റെ വാല്യൂ ആണ് E lambda D lambda is equal to C1 lambda raised to minus 5 E raised to minus C2 by lambda by T into D lambda. ഓക്കെ, അതിൽ ഇവിടുത്തെ E lambda D lambda എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ എനർജി ഡെൻസിറ്റി ഓഫ് ദ റേഡിയേഷൻ വിത്തിൻ ദ വേവ് ലെങ്ത് റേഞ്ച് ലാംഡ ആൻഡ് ലാംഡ പ്ലസ് ഡി ലാംഡ. ഇത് ലാംഡയ്ക്കും തൊട്ടടുത്ത് വരുന്നത് ലാംഡ പ്ലസ് ഡി ലാംഡയ്ക്കും ഇടയ്ക്കുള്ള വേവ് ലെങ്ത് റേഞ്ച് ആണ് എന്ത്, എനർജി ഡെൻസിറ്റി ആണ് എന്ത്, E lambda D lambda എന്ന് പറയുന്നത്. ഓക്കെ, മോഡിഫിക്കേഷൻ വരുത്തിയപ്പോൾ E lambda D lambda എന്ന് പറയുന്നത് ഈ ലാംഡയ്ക്കും അതേപോലെ ലാംഡ പ്ലസ് ഡി ലാംഡയ്ക്കും ഇടയ്ക്ക് വരുന്ന ആ ഒരു എനർജി ഡെൻസിറ്റി ആണ് എന്ത് പറയുന്നത്, E lambda D lambda എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ നമുക്ക് C1 എന്നും C2 രണ്ട് കോൺസ്റ്റന്റ് കണ്ടതാണ്. ഇതൊരു C1 കോൺസ്റ്റന്റ്, ഇത് C2 കോൺസ്റ്റന്റ്. അപ്പോൾ C1 കോൺസ്റ്റന്റ് C2 കോൺസ്റ്റന്റ് എന്താണ്, അതിനോട് പറയുന്ന പേരാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റേഡിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ചാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ് ഈ റേസ്ഡ് ഫംഗ്ഷൻ. അപ്പോൾ C1 C2 എന്താണ്, ഇറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റേഡിയേഷൻ കോൺസ്റ്റന്റ്സ് എന്ന് പറയും. നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു വെയിൻസ് ലോ, ഡിസ്ട്രിബ്യൂഷൻ ലോ ശരിക്കും നമ്മുടെ ഷോർട്ടർ വേവ് ലെങ്തിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് വർക്കിംഗ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ അവിടെ എഗ്രി ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആണ്. ഓക്കെ, കാരണം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചോ അല്ലെങ്കിൽ ലോങ്ങർ വേവ് ലെങ്ത് റീജിയനിൽ എന്ത് സംഭവിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെയിൻസ് ലോ ഉപയോഗിച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെയിൻസ് ലോ യൂസ് ചെയ്ത് നമുക്ക് ഇത്ര മാത്രമേ, ഷോർട്ടർ വേവ് ലെങ്ത് കേസ് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലോങ്ങർ വേവ് ലെങ്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലോസ് ആണ് റെയ്ലേ ജീൻസ് ലോ എന്ന് പറയും. അപ്പോൾ അത് റെയ്ലേ ജീൻസ് ലോ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹയർ വേവ് ലെങ്ത് കേസ് മാത്രമേ എടുക്കാൻ പറ്റൂ. ഓക്കെ, ഹയർ വേവ് ലെങ്ത് കേസ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ റെയ്ലേ ജീൻസ് ലോയ്ക്ക് ഹയർ വേവ് ലെങ്തും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെയിൻസ് ലോ ഷോർട്ടർ വേവ് ലെങ്ത്, ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ മാത്രമേ നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സമയത്താണ് പിന്നെ പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്ലാങ്ക് ഹൈപ്പോത്തിസിസ് മീൻസ് അവിടെ നമുക്ക് പ്ലാങ്ക് ഹൈപ്പോത്തിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാങ്ക് ഹൈപ്പോത്തിസിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഇതിനെ രണ്ടും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ നമുക്ക് റെയ്ലേ ജീൻസ് ലോയും പ്ലാങ്ക്സ് ഹൈപ്പോത്തിസും മറ്റൊരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.